വെൽക്കം ടു വിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ വീട്ടിലെ മക്കളോട് ഡെയിലി ഡെയിലി സ്കൂളിൽ പോകുന്ന മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഡെയിലി സംസാരിക്കേണ്ടി വരുന്ന കുറേ സെന്റൻസുകളാണ്. ഓക്കെ, ശരി. ആദ്യം തന്നെ മക്കൾ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങായിരിക്കും. ഇപ്പൊ പ്രത്യേകിച്ച് മഴയൊക്കെ അല്ലേ അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ? വേഗം എഴുന്നേൽക്കൂ. എങ്ങനെയാ പറയാ? വേഗം എഴുന്നേൽക്കൂ, സ്കൂളിൽ പോവാൻ നേരമായി എന്ന് നമ്മൾ പറയും ഇല്ലേ? അതെങ്ങനെയാ പറയാ? ജൽദി ഉട്ടോ. ഉട്ടോ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കും. ജൽദി ഉട്ടോ, സ്കൂൾ ജാനെ കാ സമയം ഹോ ഗയാ. സ്കൂളിൽ പോവാനുള്ള സമയമായി. ജൽദി ഉട്ടോ, സ്കൂൾ ജാനെ കാ സമയം ഹോ ഗയാ. ഓക്കെ, പിന്നെന്താ? കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിൽ അങ്ങനെ കളിച്ചൊക്കെ നിൽക്കും. അപ്പൊ നമ്മൾ പറയും, കളി നിർത്തി വേഗം ബ്രഷ് ചെയ്യേ. കളി നിർത്താന്ന് പറഞ്ഞാൽ കേൽന ബന്ദ് കരോ. കേൽന ബന്ദ് കരോ. ജൽദി സെ ബ്രഷ് കരോ. ബ്രഷ് കരോ എന്ന് തന്നെ പറയാം കേട്ടോ, ബ്രഷ് ചെയ്യുന്നതിന്. ഓക്കെ, ജൽദി സെ ബ്രഷ് കരോ. അതുപോലെ തന്നെ വേഗം കുളിക്കൂ എന്നാണെങ്കിലോ? ജൽദി സെ നഹാലോ. ജൽദി സെ നഹാലോ. പിന്നെന്താ? ഭക്ഷണം കഴിക്കാൻ അതും പറയില്ലേ, വേഗം കഴിക്കേ. ജൽദി സെ കാവോ. ജൽദി സെ കാവോ. ഇനി മുഴുവൻ കഴിക്കേ. അങ്ങനെ എങ്ങനെയാ പറയാ? മുഴുവൻ കഴിക്കേ. പുര കാവോ. പുര കാവോ, മുഴുവൻ കഴിക്കേ. ഇനിയിപ്പോ മക്കൾ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയില്ലേ, താഴെ ഇടരുത് എന്ന് പറയും അല്ലെ? എപ്പോഴും പറയേണ്ടി വരുന്ന വാക്കാണ്. നീച്ചെ മത് ഗിറാവോ. നീച്ചെ മത് ഗിറാവോ. ഗിറാന എന്ന് പറഞ്ഞാൽ വീഴ്ത്തുക, ഗിർന എന്ന് പറഞ്ഞാൽ വീഴുക അല്ലെ? അപ്പൊ നീച്ചെ മത്ത് താഴെ, മത്ത് എന്ന് പറഞ്ഞാൽ അരുത് എന്നുള്ള അർത്ഥത്തില്. നീച്ചെ മത് ഗിറാവോ, താഴെ ഇടരുത്. ഇപ്പൊ വെള്ളമോ എന്തെങ്കിലും, ഇപ്പൊ വെള്ളം, പനി, നീച്ചെ മത് ഗിറാവോ എന്ന് പറഞ്ഞാൽ വെള്ളം താഴെ ഇടരുത്, അതാണ് കേട്ടോ. എന്ത് വസ്തുവായാലും. ഓക്കെ, ഇതൊക്കെയല്ലേ നമ്മൾ മക്കളോട് പറയുന്ന കുട്ടി കുട്ടി സെന്റൻസുകൾ. ഇനി എന്താ പറയണേ? വേഗം യൂണിഫോം ഇടൂ. യൂണിഫോം ഇടൂ അല്ലെങ്കിൽ യൂണിഫോം ധരിക്കൂ എന്നല്ലേ പറയാം, വസ്ത്രം ധരിക്കൂ എന്നല്ലേ. വേഗം യൂണിഫോം ധരിക്കൂ. എങ്ങനെയാ പറയാ? ധരിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ സീരീസിൽ. പെഹന്ന പെഹന്ന. ജൽദി യൂണിഫോം പെഹൻലോ. ജൽദി യൂണിഫോം പെഹൻലോ. വേഗം യൂണിഫോം ധരിക്കൂ. അതുപോലെ തന്നെ ടൈ കെട്ടാൻ പറയും. ടൈ ബാന്തോ. ബാന്തോ, ബാന്തിന എന്ന് പറഞ്ഞാൽ കെട്ടുക. ഓക്കെ, അപ്പൊ ടൈ ബാന്തോ. അതുപോലെ തന്നെ ഷൂ ഇടുക എന്നാണ് നമ്മൾ പറയുമെങ്കിലും ഷൂവിനെ നമ്മൾ ധരിക്കുക എന്നുള്ള വാക്കാണ് കേട്ടോ നമ്മൾ ഈ പറയുമ്പോൾ. ഷൂ ഡാലോ എന്നൊക്കെ പറയും. ഇടുക എന്ന് പറയുന്നത് ഡാൽന എന്നല്ലേ. ഷൂ ഡാലോ എന്ന് പറയുന്നത് അല്ല അതിന്റെ റൈറ്റ് വേർഡ്. ജൂത്ത പാനോ. ജൂത്ത പാനോ അങ്ങനെയാട്ടോ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ മക്കൾ എന്താ പറയാ, ഡ്രസ്സൊക്കെ ചേഞ്ച് വന്നു, യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നു. അപ്പൊ അവർ എന്തെങ്കിലുമൊക്കെ മറന്നു കാണും. ചെറിയ പിള്ളേരാണെങ്കിൽ എന്തായാലും, നമ്മുടെ പിള്ളേർ എങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ മറന്നു കാണും. അപ്പൊ നമ്മൾ ചോദിക്കും, എല്ലാം കഴിഞ്ഞോ എന്നെങ്ങനെയാ ചോദിക്കുക? സാരേ ഹോഗേ. സാരേ എല്ലാം, ഹോഗേ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സാരേ ഹോഗേ ക്യാ. സാരേ ഹോഗേ ക്യാ വേണമെങ്കിൽ വെക്കാം. വെച്ചില്ലെങ്കിൽ നമ്മുടെ ആ ടോണിലാണ് അത് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പൊ മോൻ പറയും, മമ്മ. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തെന്ന്? ആ കുച്ച് ഭൂൽ ഗയേ ക്യാ. ക്യാ കുച്ച് ഭൂൽ ഗയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തെങ്കിലും ആപ്പൊന്നാട്ടോ ഞാൻ പറയണേ. മക്കളെ തുന്നോ തൂന്നൊക്കെ നമുക്ക് പ്രൊണൗൺസ് ചെയ്യാം. കുറച്ചുകൂടി റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ മക്കളെ ആയാലും ആപ്പ് തന്നെ പറയുന്ന കേട്ടോ നല്ലത്. ആപ് കുച്ച് ഭൂൽ ഗയേ ക്യാ. ആപ് കുച്ച് ഭൂൽ ഗയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കുക. എന്താ നീ എന്തെങ്കിലും മറന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കൊച്ചു ചോദിക്കും, എന്തെന്ന്? ക്യാ മമ്മ, എന്താണ്? അപ്പൊ നമ്മൾ പറയും എന്താണ്? നീ സ്വയം നോക്ക്. കൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം എന്നാണ് അർത്ഥം. ഓക്കെ, കൂത്ത്. അപ്പൊ കുത് ഹി ദേക്കോ, നമ്മൾ സ്വയം നോക്കൂ എന്ന് പറയുന്നതാണ്. കുത് ഹി ദേക്കോ. അപ്പൊ മോൻ സ്വയം നോക്കും. അവന് മനസ്സിലാവും എന്തായാലും ഡെയിലി ടൈം ടേബിൾ അല്ലേ, എന്താണ് ചെയ്യാത്തെ. ഭൂൽ ഗയാ. ഐ കാർഡ് ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവില്ല. എന്താണ് മറന്നെങ്കിൽ അത്. മമ്മ ഐ കാർഡ് ഭൂൽ ഗയാ. അതായിരിക്കും കുഞ്ഞു തരുന്ന റിപ്ലൈ. അപ്പൊ ബസ് വന്നു കേട്ടോ. എത്രയും പെട്ടെന്ന് ബസ്സൊക്കെ തയ്യാറാവുമ്പോ തന്നെ ബസ്സൊക്കെ വരുമല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ പറയണെന്ന്, ടീകെ ജൽദി ജാവോ ബസ് ആകെ. ടീകെ ശരി, ജൽദി ജാവോ വേഗം പോകൂ. ബസ് ആകെ, ബസ് വന്നു എന്നാണ് കേട്ടോ. ടീകെ ജൽദി ജാവോ ബസ് ആകെ. ഓക്കെ, ബൈ. അതുപോലെ തന്നെ ഇപ്പൊ നടന്നു പോവാണ് അല്ലെങ്കിൽ സൈക്കിളിന് പോവാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ധ്യാൻ സേ ജാനാ ഹെ. ശ്രദ്ധിച്ചു പോകണം, സൂക്ഷിച്ചു പോകണം എന്ന് പറയില്ലേ? ധ്യാൻ സേ ജാനാ ഹെ.
ഓക്കെ, അങ്ങനെ മക്കൾ സ്കൂളിൽ പോയി നമ്മൾ നമ്മുടെ പണികളൊക്കെ ചെയ്യുന്നു. ഇനി മക്കൾ തിരിച്ചു വരുമ്പോ എന്താ, വിശന്നിട്ടായിരിക്കും അല്ലേ? എനിക്ക് വിശക്കുന്നു, എങ്ങനെയാ പറയാ? മുझे ഭൂഖ് ലഗ് രഹ, ഷോർട്ടായിട്ട് ഭൂഖ് ലഗ് രഹ, അല്ലെങ്കിൽ ഭൂഖ് ലഗ് രഹാ ഹേ, മുझे ഭൂഖ് ലഗ് രഹാ ഹേ. സ്പീഡിൽ പറയുമ്പോൾ ഭൂഖ് ലഗ് രഹ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സംസാരത്തിൽ നമ്മൾ ഫുള്ള് ഗ്രാമറൊന്നും സംസാരിക്കില്ല. ഓക്കെ, ഇത്ര മതി. അപ്പം പിന്നെ കുട്ടി ചോദിക്കാം അല്ലെ, അമ്മ ഇന്ന് കഴിക്കാൻ എന്തുട്ടാണല്ലേ, ഇന്ന് കഴിക്കാൻ എന്തുട്ടാന്ന് ചോദിക്കില്ലേ? ആജ് ഖാനെ മേ ക്യാ ഹേ, ആജ് ഖാനെ മേ ക്യാ ഹേ. ഖാന എന്നാട്ടോ, ഖാ എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്, ഖായ അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറയണേ ആജ് മാനെ മാനെ മാന്ന് പറഞ്ഞ അമ്മ, ആജ് മാനെ ആക്കി മൻപസന്ദ് മിഠായി ബനായി ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അമ്മ നിന്റെ ഫേവറേറ്റ് മിഠായി അല്ലെങ്കിൽ ഖീർ കേട്ടോ, സ്വീറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. മിഠായി എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആണ്, അല്ലെങ്കിൽ ഖീർ ബനായി ഹേ. ഇന്ന് അമ്മ നിന്റെ ഫേവറേറ്റ് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് കേട്ടോ. ആജ് മാനെ ആക്കി മൻപസന്ദ് എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ്. ഓക്കെ, मनपसंद खीर बनाई है. ओके, जल्दी से जाके अपनी यूनिफॉर्म उतारो എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൽദി സെ ജാകെ അപ്പനി യൂണിഫോം ഉത്താറോ. നമ്മുടെ യൂണിഫോം അഴിക്കുക എന്ന് പറയില്ലേ, യൂണിഫോം ചേഞ്ച് കറോ എന്നും പറയാം കേട്ടോ, ഈസി ആയിട്ട്. ഉത്താറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം അഴിക്കും, യൂണിഫോം ഉത്താറോ, അതാണ്. പിന്നെ എന്താ പറയാ, ഹാത്ത് മുഖോക്കെ ആവോ. ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ, മൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം, കൈയും മുഖവും കഴുകിയിട്ട് വായോ. ഹാത്ത് മുഖോക്കെ ആവോ. ഓക്കെ, ശരി. ഇനി കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിൽ ഓടി വന്ന് കൈയിട്ട് കഴിക്കാൻ നോക്കുക അല്ലേ. അപ്പൊ നമ്മൾ എന്താ പറയാ, തൊടരുത്. എങ്ങനെയാ പറയണേ, ഹാത്ത് മത്തിലൊക്കെ ആവോ. എന്തിനാ പറയുന്നത്, കൈയും മുഖമൊക്കെ കഴുകി വരണം, അതിന് വേണ്ടിയിട്ടല്ലേ. ഹാത്ത് മത് ലഗാവോ, തൊടരുത്. പിന്നെന്താ പറയുന്നത്, ജാക്കെ ഹാത്ത് മുഖ് ധോക്കെ ആവോ, കൈയും മുഖവും കഴുകി വരും. ഹാത്ത് മുഖ് ധോക്കെ ആവോ. ഓക്കെ, അങ്ങനെ മക്കള് വന്നിരുന്നു, കഴിച്ചു, നല്ല ഇഷ്ടമായി. അപ്പൊ പറയണേ, അമ്മ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയും. അതെങ്ങനെയാ പറയാ, ടേസ്റ്റിയാണ് എങ്ങനെയാ പറയാ, സ്വാദിഷ്ട് എന്നാണ് കേട്ടോ. മാ ഏ ബഹു സ്വാദിഷ്ടേ, മാ ഏ ബഹു സ്വാദിഷ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി അച്ഛാ ആണോ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ഓക്കെ, പിന്നെന്താ ചോദിക്കുക, ആജ് സ്കൂൾ മേ ക്യാ ക്യാ പഠായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സ്കൂളിൽ എന്തെല്ലാമാണ് പഠിപ്പിച്ചത് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മോൻ പറയുമല്ലോ എന്താണ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം പറയും. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താ പറയാ, കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഹോംവർക്ക് ചെയ്യും അല്ലെ. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോടി ദേർ ആരാം കർക്കെ ഹോംവർക്ക് വരും. തോടി ദേർ കുറച്ച് സമയം, ആരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണേ കേട്ടോ. ആരാം കർണ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക. ആരാം കർക്കെ ഹോംവർക്ക് വരും, റെസ്റ്റ് എടുത്തിട്ട് ഹോംവർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ മക്കള് ചോദിക്കുകയാണ്, ഓട്ടോമാറ്റിക്കലി ഇപ്പൊ പറയാണ് ഞാൻ കളിക്കാൻ പുറത്തു പോട്ടെ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ മഴയാണല്ലോ. മഴയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ബാഹർ മത് ജാന, ബാഹർ മത് ജാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു പോകണ്ട. അബി ബാരിഷ് ഹോ രഹി ഹെ, അബി ബാരിഷ് ഹോ രഹി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുകയാണ്, മനസ്സിലായോ. ബാരിഷ് ഓരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ബാരിഷ് ഓരെ എന്നും പറയാം കേട്ടോ. ശരി, അതുപോലെ തന്നെ ഇനിയിപ്പോ വെയിലാണെങ്കിലോ, വെയിലുള്ള സമയമാണ് നമ്മൾ എന്താ പറയാ, അബി തേജ് ധൂബ്, തേജ് ധൂബ്. സാധാരണ വെയിലൊക്കെയാണെങ്കിൽ മക്കള് പുറത്തു പോകും അല്ലെ കളിക്കാനായിട്ട്. തേജ് എന്ന് പറഞ്ഞാൽ ശക്തമായ, തേജ് ധൂബ് ശക്തിയായ വെയിലാണ് എന്നാണ് കേട്ടോ. ഇനിയിപ്പോ മക്കള് പിന്നെയും എന്തെങ്കിലും ചോദിക്കും, നമ്മൾ പൊക്കോട്ടെ. അപ്പൊ നമ്മൾ പറയുന്നത് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എങ്ങനെ പറയാ, മുझे गुस्सा मत दिलाओ, मुझे गुस्सा मत दिलाओ. ഗുസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം. ഓക്കെ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്നാണ് ഈ സെന്റൻസിന് അർത്ഥം. മുझे गुस्सा मत दिलाओ. ഓക്കെ, ഇനി പുറത്തു പോയില്ലെങ്കിൽ മക്കൾ എന്താ ചെയ്യാ, ടി വി കാണുമായിരിക്കും ഓൾമോസ്റ്റ് അല്ലെ. ടി വി കണ്ടിരിക്കും, കുറെ നേരം ടി വി കണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും, ടി വി ഓഫ് ചെയ്യും, പോയി പഠിക്കും. ടി വി ബന്ദ് കറോ, ടി വി ബന്ദ് കറോ, ജാക്കർ പഠായി കറോ.
ടി വി ബന്ദ് കറോ എന്ന് പറഞ്ഞാൽ ടി വി ഓഫ് ചെയ്യും. ജാക്കർ പോയി പഠായി കറോ പഠിക്ക്, അതാണ് കേട്ടോ. ശരി, ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പൊ ഹോംവർക്കാണ് ചെയ്യുക, ഹോംവർക്ക് കഴിഞ്ഞോ? ഹോംവർക്ക് കിയാ ഹേ കിയാ, ഹോംവർക്ക് കിയാ ഹേ കിയാ, ഹോംവർക്ക് ചെയ്തോ എന്നാണ് കേട്ടോ. അത് ഓക്കെ. ഇനിയിപ്പം മോൻ ചോദിക്കുകയാണ് എന്തെന്ന്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മുജെ ഏക് സന്ദേഹ് ഹെ, മുജെ ഏക് സന്ദേഹ് ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദേഹ് ഡൗട്ട് എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചോദിക്കും ക്യാ ഹെ, എന്താണ്? അപ്പൊ ഡൗട്ട് എന്താ വെച്ചാൽ പറയാം അല്ലേ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ എന്നിട്ടാ രാത്രിയായി, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം അല്ലേ. അപ്പൊ നമ്മൾ ഭക്ഷണം തയ്യാറായെന്ന് എങ്ങനെയാ പറയാ? ഹാ ഖാന തയ്യാർ ഹോ ഗയാ, ഖാന തയ്യാർ ഹോ ഗയാ, ഭക്ഷണം തയ്യാറായി. പിന്നെന്താ പറയണേ? കഴിച്ചിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങ് എന്ന് പറയും അല്ലേ. ഖാന കാക്കർ ജൽദി ജൽദി സെ സോ ജാവോ, ഖാന കാക്കർ ജൽദി സെ സോ ജാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് വേഗം ഉറങ്ങും. നാളെ രാവിലെ വേഗം എഴുന്നേൽക്കണം, നാളെ രാവിലെ വേഗം എഴുന്നേൽക്കണം. കൽ സുബ ജൽദി ഉഠ്നാ ഹെ, കൽ സുബ ജൽദി ഉഠ്നാ ഹെ. മനസ്സിലായില്ലേ? വളരെ ചെറിയൊരു കോൺവെർസേഷൻ അല്ലേ. നമ്മള് ഒരുപാട് അമ്മമാരുടെ മനസ്സിൽ കൂടെ ഓടിയിട്ടുണ്ടാവും ഈ വക സെന്റൻസുകൾ. പാരന്റ്സിൽ കൂടുതൽ അമ്മമാരാണ് ഈ വക സെന്റൻസുകൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ആരും മറന്നു പോകരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ് കാണാം. ബൈ.